നടുവീന്ന് നിതംബത്തിലേക്ക്, നിതംബത്തിന്ന് തുടയിലേക്ക്, അവിടുന്ന് മുട്ടിന്റെ താഴേക്ക് കാലിലേക്ക് വേദന ഇറങ്ങുന്നുണ്ടാവും. ചിലപ്പോൾ കാൽ മരവിക്കും, ചിലപ്പോൾ തരിപ്പുണ്ടാകും, കറണ്ട് അടിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ പലരും പറയുന്ന ഒരു 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 വാക്കുകളുണ്ട്, എനിക്ക് സയാറ്റിക്കയാണ്. പക്ഷെ ഞാൻ ഇവിടെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്, സയാറ്റിക്ക ഉണ്ടാകാൻ കാരണം എന്താണ്? ഡിസ്ക് ബൾജ് മാത്രമാണോ? അല്ല. ഇതാണ് അല്ലെങ്കിൽ ഇവിടെയാണ് പലർക്കും അറിയത്തില്ലാത്തൊരു സത്യം കിടക്കുന്നത്. സയാറ്റിക്ക എന്നതൊരു സിംഗിൾ ഡിസീസ് അല്ല. ഒരു നെർവ് പാത്വേയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിംറ്റം പാറ്റേൺ മാത്രമാണ്. ആ നെർവിനെ ഇറിറ്റേറ്റ് ചെയ്യാനും കംപ്രസ് ചെയ്യാനും പല പല കാരണങ്ങളുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ അത്തരത്തിലുള്ള 7 കാരണങ്ങൾ വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പറഞ്ഞുതരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിൽ അവസാനത്തെ കാരണം പലരും സയാറ്റിക്ക ആയി പോലും തിരിച്ചറിയാറില്ല എന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ 15 വർഷമായി സ്പൈൻ ഹെൽത്തുമായി ബന്ധപ്പെട്ട രോഗികളെ പഠിപ്പിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, കാലിലേക്ക് വേദന ഇറങ്ങുന്നു എന്നതുകൊണ്ട് മാത്രം സയാറ്റിക്ക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല, പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറയുന്ന 7 കാരണങ്ങൾ നിങ്ങളുടെ സിംറ്റംസിനോട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകം റെക്കോർഡ് ചെയ്യുന്നത്, സെൽഫ് ഡയഗ്നോസിസ് ചെയ്യാനല്ല. സോ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് പലരും നമ്മൾ കേട്ടിട്ടുള്ള, പല ആൾക്കാരും കേട്ടിട്ടുള്ളത് തന്നെയാണ്, ഡിസ്ക് പ്രോബ്ലം. നമ്മുടെ ഓരോ വെട്ടിബ്രയ്ക്കും ഇടയിൽ ഒരു കുഷ്യൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഡിസ്ക്. ചില സാഹചര്യങ്ങളിൽ ഡിസ്കിന്റെ ഉള്ളിലെ മെറ്റീരിയൽ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യുകയോ ഹെർണിറ്റി ചെയ്യുകയോ ചെയ്ത് അതിനടുത്തുള്ള നെർവിനെ ഇറിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ നടുവേദനയ്ക്കൊപ്പം നിതംബത്തിലൂടെ കാലിലേക്ക് ബേണിംഗ് സെൻസേഷൻ, തരിപ്പ്, മരവിപ്പ്, നംനെസ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് പെയിൻ ഉണ്ടാകാം. ഇതിനെയാണ് പലരും സയാറ്റിക്ക എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത്. പക്ഷേ സയാറ്റിക്ക എന്നത് ഡിസ്ക് ബൾജ് എന്ന അല്ലെങ്കിൽ സയാറ്റിക്ക ഈസ് നോട്ട് ഈക്വൽ ടു ഡിസ്ക് ബൾജ്. ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡിസ്ക് ഒരു കാരണം മാത്രമാണ്, അത് പക്ഷെ ഒരേ ഒരു കാരണം മാത്രം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ MRI റിപ്പോർട്ടിൽ എപ്പോഴെങ്കിലും ഡിസ്ക് ബൾജ് എന്ന് കണ്ടിട്ടുണ്ടോ? MRI എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ബൾജ് എന്നൊന്ന് കമന്റ് ചെയ്യുക. കാരണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക, ഓക്കെ എനിക്ക് ബൾജ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് സ്പൈനൽ സ്റ്റിനോസിസ് എന്നുള്ളതാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനിന്റെ നട്ടെല്ലിലൂടെ നെർവ് പോകുന്ന സ്പേസ് കുറയുന്ന ഒരവസ്ഥ. അത് പ്രായം കൂടുന്നതിനനുസരിച്ച് ഡിസ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അസ്ഥിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും, ജോയിന്റ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇവയൊക്കെ ചേർന്നിട്ട് ആ ഒരു സ്പേസ് കുറയും. അപ്പോൾ ആ നെർവിന് പ്രഷർ ഉണ്ടാകും. ഇത്തരം കണ്ടീഷൻസിൽ ആളുകൾ പറയുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഡോക്ടറെ കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ കാലിലേക്ക് അല്ലെങ്കിൽ കാലിൽ വേദനയും ഹെവിനെസ്സും വരും, ഇരുന്നാൽ കുറച്ച് കുറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്, പ്രത്യേകിച്ച് പ്രായം കൂടിയ ആൾക്കാർ. ഇത്തരം സിംറ്റംസ് ഒക്കെ അവരിൽ കാണുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് ആണ് ഇവിടെ വളരെ അത്യാവശ്യം. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സ്പൈനിൽ ഉണ്ടാവുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസ് ആണ്. പ്രായം കൂടുമ്പോൾ ഡിസ്കിലും ജോയിന്റ്സിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ചിലപ്പോൾ ബോൺ സ്പ്രൂസ് അഥവാ ചെറിയ ബോൺ ഗ്രോത്തും അവിടെ ആ ഭാഗങ്ങളിൽ ഉണ്ടാകാം. ഇവ നെർവ് പോകുന്ന അല്ലെങ്കിൽ നാഡി പോകുന്ന ഭാഗത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലെഗ് പെയിന് അല്ലെങ്കിൽ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കും. പക്ഷെ ഇവിടെ നമ്മൾ മറ്റൊരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്, ഏജ് റിലേറ്റഡ് ചേഞ്ച് ആയതുകൊണ്ട് മാത്രം പെയിനിന്റെ കാരണം അതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. MRIയിൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്നതും അതും നിങ്ങളുടെ ലക്ഷണങ്ങളോട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നതും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത് കുറച്ച് ആളുകൾക്ക് മാത്രം അറിയുന്ന ഒന്നാണ്, സ്പോണ്ടിലോലിത്യാസിസ് എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെട്ടിബ്ര മറ്റൊന്നിനോട് താരതമ്യത്തിൽ മുന്നോട്ടോ പിന്നോട്ടോ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇത് ചിലരിൽ സ്പൈനിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കാം, നെർവിന്റെ സ്പേസ് കുറയുവാനും ലെഗ് പെയിൻ അല്ലെങ്കിൽ സയാറ്റിക്കയുടെ പോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നടുവേദനയ്ക്കൊപ്പം കാലിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് ആദ്യമേ നമ്മളൊന്ന് പരിശോധിക്കേണ്ടി വരുന്നതാണ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാരണമാണ് പൈറിഫോമിസ്. ഇത് നമ്മുടെ ബട്ടക്സ് ഭാഗത്തുള്ള ഒരു ചെറിയ മസിൽ ഗ്രൂപ്പാണ്. ചിലരിൽ ഈ മസിൽ വളരെ ടൈറ്റ് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ അതിനകത്തുകൂടി അല്ലെങ്കിൽ അതിനടുത്തുകൂടി
അതിനടുത്ത് കൂടി പോകുന്ന സയാറ്റിക് നെർവിനെ അത് ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ MRI, അതായത് ബാക്കിലെ MRIയിൽ വലിയ ഡിസ്കിന് പ്രോബ്ലംസ് ഒന്നും തന്നെ കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ആ ബട്ടക്സിൽ പെയിൻ ഉണ്ടായിരിക്കും, കാലിലേക്ക് പോകുന്ന വേദന, ടിംഗ്ലിംഗ് സെൻസേഷൻ, തരിപ്പുകൾ, മരവിപ്പ് ഇതെല്ലാം ഉണ്ടാകാം. അതുകൊണ്ട് കാലിലേക്ക് വേദന പോകുന്നുണ്ട്, പക്ഷെ MRIയിൽ ഡിസ്കിന്റെ ബൾജ് കാണണം എന്ന് ഒരു റൂളൊന്നും ഇല്ല. ഇവിടുത്തെ പ്രശ്നമേ വേറെയാണ്. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഡിസ്കില് പ്രോബ്ലം അല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വേദന നടുവിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ നിതംബത്തിലാണ്. ഇനി ആറാമത്തെ കാരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാ കാലിലേക്ക് പോകുന്ന പെയിനും സയാറ്റിക് നെർവിന്റെ പെയിൻ ആയിരിക്കണമെന്നില്ല. SI ജോയിന്റിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഹിപ്പ് ജോയിന്റിലുള്ള പ്രശ്നങ്ങൾ, ഇവയ്ക്ക് ബട്ടക്സ്, തൈസ്, ചിലപ്പോൾ ലെഗിന്റെ കാലിലേക്ക് പോകുന്ന റെഫേർഡ് പെയിനുകളും ഉണ്ടാകാം. പക്ഷെ പേഷ്യന്റ് പറയുമ്പോൾ കാലിലേക്ക് വേദന ഇറങ്ങുന്നു, പക്ഷെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്താൽ പ്രശ്നം സയാറ്റിക് നെർവിൽ അല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് വേദന ലൊക്കേഷൻ മാത്രം നോക്കി ഡയഗ്നോസിസ് ചെയ്യരുത് എന്ന് ഞാൻ പലപ്പോഴും പറയുന്നത്. ഇനി ഏഴാമത്തെ കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. ചിലപ്പോൾ കാലിലെ വേദന അല്ലെങ്കിൽ ആ ഒരു നംനെസ് നട്ടെല്ലിൽ നിന്നല്ല വരുന്നത്, പെരിഫറൽ നെർവ് പ്രോബ്ലംസ് ഉണ്ടാക്കാം, ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള നെർവ് ചേഞ്ചുകൾ ഉണ്ടാക്കാം, ചിലപ്പോൾ വാസ്കുലർ കണ്ടീഷൻസിന്റെ വ്യത്യാസം ഉണ്ടാകും. ഇവയെല്ലാം തന്നെ ലെഗ് പെയിൻ, ബേണിംഗ് സെൻസേഷൻ, നംനെസ് പോലുള്ള സിംറ്റംസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നടക്കുമ്പോൾ കാലിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ റെസ്റ്റ് എടുത്താൽ കുറയുന്നു. ഇത് നട്ടെല്ലിന്റെ പ്രോബ്ലം ആണെന്ന് കരുതരുത്. ബ്ലഡ് സർക്കുലേഷൻ ഉൾപ്പെടെയുള്ള മറ്റ് കാരണങ്ങളും നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് സയാറ്റിക്ക എന്ന ലേബൽ ചെയ്യുന്നതിന് മുമ്പ് മറ്റ് സാധ്യതകളെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ഈ 7 കാരണങ്ങളും നമുക്കൊന്ന് ഓർക്കാം. ഇനി ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. സയാറ്റിക്ക ലൈക്ക് സിംറ്റംസ് ഉണ്ടാകാൻ പ്രധാനമായും നമ്മൾ പരിഗണിക്കേണ്ട കാരണങ്ങൾ: 1, ഡിസ്കിന്റെ ഹെർണിയേഷൻ അല്ലെങ്കിൽ നെർവിന്റെ ഇറിറ്റേഷൻ; 2, സ്പൈനൽ സ്റ്റിനോസിസ്; 3, ഡീജനറേറ്റീവ് ചേഞ്ചസ് അല്ലെങ്കിൽ ബോൺ സ്പ്രൂസ്; 4, സ്പോണ്ടിലോലിസ്റ്റിയാസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ; 5, പൈറിഫോമിസ് റിലേറ്റഡ് ആയിട്ടുള്ള നെർവ് ഇറിറ്റേഷൻ; 6, SI ജോയിന്റ് അല്ലെങ്കിൽ ഹിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള റെഫേർഡ് പെയിനുകൾ; 7, പെരിഫറൽ നെർവ്, മെറ്റാബോളിക് അല്ലെങ്കിൽ വാസ്കുലർ തുടങ്ങിയ മറ്റു കാരണങ്ങൾ. ഇതിൽ ഏതാണ് നിങ്ങളുടേതെന്ന് ഈ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. അതുപോലെ മറ്റുള്ള യൂട്യൂബ് വീഡിയോസും കണ്ട് തീരുമാനിക്കാനൊന്നും സാധിക്കില്ല. അതിന് വേണ്ടത് ക്ലിനിക്കൽ അസസ്മെന്റ് ആണ് അതിന് കൃത്യമായിട്ട് നമുക്ക് വേണ്ടത്. ഇനി വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, കാലിലേക്ക് വേദന വരുന്നതിനൊപ്പം കാലിന് ബലക്കുറവ് ഓരോ ദിവസവും ചെല്ലും തോറും കൂടുന്നുണ്ടെങ്കിൽ, ഫുഡ് ഡ്രോപ്പ് വരുന്നുണ്ടെങ്കിൽ, 2 കാലിലും പുതിയതായിട്ട് നംനെസ് അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി മൂത്രം അല്ലെങ്കിൽ മലം നിയന്ത്രണത്തിൽ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ബൗൾസ് കൺട്രോൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, സാഡിൽ ഏരിയയിൽ സെൻസേഷൻ കുറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറിനെ കാണിക്കുക. കാരണം ഇത് വീട്ടിൽ എക്സസൈസ് ചെയ്തു നോക്കാനുള്ള ഒരു സാഹചര്യമല്ല. അവിടെ അർജന്റ് ആയിട്ടുള്ള മെഡിക്കൽ അസസ്മെന്റ് ആവശ്യമാണ്. അവിടെ ലേറ്റ് ആക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ആയുർവേദത്തിന്റെ പെർസ്പെക്റ്റീവിൽ ആയുർവേദത്തിൽ സയാറ്റിക്കയോട് സാമ്യമുള്ള ക്ലിനിക്കൽ പ്രസന്റേഷൻസിനെ നമ്മൾ ഗൃദ്രസി എന്ന പേരിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു പ്രധാന കാര്യം, ഗൃദ്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRIയിൽ കണ്ട സ്പെസിഫിക് മോഡേൺ ഡയഗ്നോസിസിന്റെ എക്സാക്ട് സിനോണിയം ആണെന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ആയുർവേദത്തിൽ രോഗിയുടെ വേദന, സ്റ്റിഫ്നെസ്, അതുപോലെ മൂവ്മെന്റ്, അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ഘടന, അയാളുടെ ജീവിത ശൈലി, അയാളുടെ മൊത്തത്തിലുള്ള ഒരു കണ്ടീഷൻ, ഇവയെല്ലാം വിലയിരുത്തി ആണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് അപ്രോച്ച് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാരണം മനസ്സിലാക്കുക എന്ന പ്രിൻസിപ്പിൾ ആയുർവേദത്തിനും വളരെ വളരെ പ്രധാനമാണ്, പ്രസക്തി ഉള്ളതാണ്. ഒരു കാര്യം മാത്രം ഓർക്കുക, കാലിലേക്ക് വേദന ഇറങ്ങുന്നത് ഒരു മെസ്സേജ് ആണ്. ആ മെസ്സേജ് കേട്ട ഉടനെ ഡിസ്ക് ആണ്, അല്ലെങ്കിൽ സർജറി വേണം, അല്ലെങ്കിൽ സയാറ്റിക്കയാണ്, ബൾജായി, ഇങ്ങനെയൊന്നും നമ്മൾ പ്രിജുഡൈസ് ചെയ്യേണ്ട, തീരുമാനിക്കേണ്ടതൊന്നുമില്ല. അതുപോലെ പെയിൻ കില്ലർ കഴിച്ചാൽ മതി എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്, അങ്ങനെ പറയരുത്. ആദ്യം നമ്മൾ അതിന്റെ കാരണം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. കാരണം ശരിയായി മനസ്സിലായാൽ ചികിത്സയുടെ ഡയറക്ഷനും കറക്റ്റ് ആകും. നിങ്ങളുടെ MRIയിൽ എന്താണ് കാണുന്നത് എന്നതിനേക്കാൾ നിങ്ങളുടെ ശരീരം എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേൾക്കേണ്ടത്.
നിങ്ങൾ കമന്റിൽ ഒരു മൂന്ന് കാര്യങ്ങൾ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. ഒന്ന്, നിങ്ങളുടെ ഏത് കാലിലേക്കാണ് ഇത് ഇറങ്ങുന്നത്, റൈറ്റ്, ലെഫ്റ്റ് അല്ലെങ്കിൽ ബോത്ത്. രണ്ട്, പെയിൻ എവിടം വരെ പോകുന്നു, ബട്ടക്സ്, തൈസ്, നീസ്, ഫൂട്ട്. മൂന്ന്, നംനെസ് അല്ലെങ്കിൽ ടിംഗ്ലിംഗ് ഉണ്ടോ, അനുഭവപ്പെടുന്നുണ്ടോ, യെസ് ഓർ നോ. ഈ മൂന്ന് വിവരങ്ങൾ നിങ്ങളുടെ പെയിൻ പാറ്റേണിനെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ സഹായിക്കും. ഈ വീഡിയോ കാലിലേക്ക് വേദന ഇറങ്ങുന്ന ഒരാൾക്ക് ഒന്ന് ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ സയാറ്റിക്ക ഉണ്ടെങ്കിൽ MRI എപ്പോൾ നമ്മൾ എടുക്കണം, എല്ലാവർക്കും MRIയുടെ ആവശ്യമുണ്ടോ എന്ന പോയിന്റ് നമുക്ക് നോക്കാം. അത് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക.